ക്രിസ്റ്റിയുടെ വാശി സഹിക്കാൻ കഴിയാതെ ചഞ്ചൽ ഡോക്ടറെ പോയി കണ്ട് നിർബന്ധിച്ച് ഡിസ്ചാർജ് എഴുതി വാങ്ങിയിരുന്നു. എടീ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മുറിയിലേക്ക് കയറി വരുമ്പോൾ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് റെഡിയായിരിക്കുന്നവളെ കണ്ട് ചഞ്ചൽ അവസാന ശ്രമമെന്നോണം ചോദിച്ചു. തൽക്കാലം ഞാൻ ശരിയും ശരികേടുമൊന്നും നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. എടീ, എന്നാലും ജോയൽ ചേട്ടായിയോട് ഒന്ന് പറഞ്ഞിട്ട്. ഒന്നുമല്ലേലും ഈ 2 ദിവസം നിന്നെ നോക്കി ഇവിടെ തന്നെ നിന്ന ആളല്ലേ. അതെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? നോക്കിയിടത്തോളമൊക്കെ തന്നെ മതി. നീ ചുമ്മാ നേരം കളയാതെ ഇറങ്ങാൻ നോക്ക്. എടീ, റീജോയുടെ ചാച്ചനോടെങ്കിലും ഒന്ന്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അവരോടും കൂടുതൽ അടുപ്പത്തിൻ്റെ ഒന്നും കാര്യമില്ല. നീ പറഞ്ഞവരോടൊക്കെ കടപ്പാട് കാണിക്കാൻ നിന്നാൽ എന്നെ അത് കൂടുതൽ മുറിപ്പെടുത്തുകയേ ഉള്ളടി. ഇവരൊക്കെ എന്നെ വീണ്ടും വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് വലിച്ചിടും. എനിക്കിനി അതൊന്നും വേണ്ടടി. ഒരബദ്ധം പറ്റി. പക്ഷേ ഇനിയും അതൊന്നും ഓർത്ത് കളയാൻ എൻ്റെ കയ്യിൽ സമയമില്ല. എനിക്ക് പഠിക്കണം. ചെറുതെങ്കിലും ഒരു ജോലി വാങ്ങണം. ഇനിയും മഠത്തിലുള്ളവരെയും മദറിനെയും ഒന്നും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. ഉറച്ച സ്വരത്തിൽ പറയുന്നവളെ നോക്കി നിൽക്കുമ്പോൾ പിന്നീടൊന്നും പറയാനില്ലാത്തതുപോലെ ചഞ്ചൽ ചെന്ന് ബെഡിലിരുന്ന ബാഗ് കയ്യിലെടുത്തു. ഇറങ്ങാം. എങ്ങോട്ട്? ക്രിസ്റ്റിയോട് പറഞ്ഞതിന് മറു ചോദ്യമായി ആ സ്വരത്തിൻ്റെ ഉടമയിലേക്ക് നോക്കാൻ കഴിയാഞ്ഞിട്ടെന്ന പോലെ ചഞ്ചൽ അതേ നിൽപ്പ് നിന്നു. വാതിൽ തുറന്നകത്തേക്ക് വന്ന ജോയൽ ഉള്ളിലെ കാഴ്ചയിൽ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. 5 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തിരുന്നവൾ പോകാൻ റെഡിയായിരിക്കുന്നതും ചഞ്ചലിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗുമൊക്കെ അവൻ്റെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തി. ചോദിച്ചത് കേട്ടില്ലേ രണ്ടാളും? എന്താ ഇതൊക്കെ? ക്രിസ്റ്റിയെ ഡിസ്ചാർജ് ചെയ്തോ? എന്നിട്ടെന്താ എന്നോടൊരു വാക്ക് പറയാഞ്ഞത്? ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ പോകാൻ തുടങ്ങുമായിരുന്നോ നിങ്ങൾ? എന്താ അങ്ങനെ ഒരു പോക്ക്? അവരിൽ നിന്നുണ്ടായ ആ പ്രവൃത്തി ഉള്ളിലൊരു നീറ്റൽ തീർത്തെങ്കിലും ജോ സംയമനത്തോടെ ചോദിച്ചു. അത് പിന്നെ ചേട്ടാ, ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ആകെ മടുപ്പെന്നും പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിയതാ. അതൊക്കെ ശരി. പക്ഷേ ഈ നേരം വരെ ഇവിടെ നിന്ന് എന്നോടൊരു വാക്കുപോലും പറയാതെ അങ്ങ് ഒളിച്ചോടി കളയാം എന്നുള്ളത് കൂട്ടുകാരിയുടെ ഐഡിയ ആയിരിക്കുമല്ലേ? ക്രിസ്റ്റിയിൽ നിന്ന് കണ്ണുകൾ പറിക്കാതെയുള്ള അവൻ്റെ ചോദ്യത്തിന് ചഞ്ചലിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പുറത്തേക്ക് നടന്നു. അവർക്കിടയിലിപ്പോൾ താൻ വേണ്ടെന്നുള്ള തോന്നലായിരുന്നു അവളെ അതിന് പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞ കാര്യം കേട്ടതിൻ്റെ റിയാക്ഷനാണോ ക്രിസ്റ്റി ഈ ഒളിച്ചോട്ടം? അവൻ്റെ തൊട്ടരികിൽ വന്നത് നോട്ടം തൻ്റെ മുഖത്ത് തറഞ്ഞു നിൽക്കുന്നതറിഞ്ഞെങ്കിലും ക്രിസ്റ്റി മുഖം ഉയർത്തുകയോ അവനോടൊരു വാക്ക് പോലും മിണ്ടുകയോ ചെയ്തില്ല. എന്നോടുള്ള വാശിക്ക് ഇങ്ങനൊരു എടുത്തുചാട്ടം വേണമായിരുന്നോടാ? ശരിയാണ്, ഞാൻ എൻ്റെ മനസ്സ് തുറന്ന സമയം ശരിയല്ല. പക്ഷേ അതൊരിക്കലും താൻ കരുതുന്നത് പോലെ. ജോയൽ അവളോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നെങ്കിലും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ അവളോട് തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുമ്പോഴായിരുന്നു പിന്നിൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത്. ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ക്രിസ്റ്റി വാതിൽ കടന്നിരുന്നു. ഈ പെണ്ണെന്ന് പറയുന്ന വർഗമേ ഇങ്ങനെയാ. നന്ദിയും നയവുമില്ലാത്ത ജന്തുക്കൾ. ബാറിലെ ഒഴിഞ്ഞ കോണിലിരുന്ന് ഒഴിഞ്ഞ ഗ്ലാസുകൾ നിറയ്ക്കുന്നതിനൊരു മുന്നിൽ നനഞ്ഞ കോഴിയെപ്പോലെ ഇരിക്കുന്ന ജോയെ കണ്ട് സിദ്ധു പുലമ്പി. എടാ, നീ ഒന്നും മിണ്ടാതിരിക്ക്. ഈ സമയത്ത് നമ്മളും കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നാടാ? ഇവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ തലയ്ക്ക് വെളിവില്ലാത്ത പെണ്ണിനെ ആലോചിച്ചുകൊണ്ട് നടക്കണ്ടെന്ന്. എന്നിട്ടവൻ അവള് പ്രേമനൈരാശ്യം മൂത്ത് ചാകാൻ പോയപ്പോൾ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ പോയേക്കുന്നു. അതും പോരാഞ്ഞിട്ട് അവൻ്റെ പരിശുദ്ധ പ്രേമം കൂടി വിളംബരം ചെയ്തേക്കുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ആ നന്ദിയില്ലാത്തവളൊരു വാക്ക് പോലും മൊഴിയാതെ മൂട്ടിലെ പൊടിയും തട്ടിപ്പോയി. അപ്പോൾ ഇതുവരെ കാവലിരുന്ന ഇവനാരായി? പട്ടി, വെറും ചാവാലിപ്പട്ടി. ഇതാടാ ജോക്കുട്ട നിന്നോട് ഞാൻ പറയുന്നത്, പെണ്ണെന്ന് പറയുന്ന വർഗത്തിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്ന്. സിദ്ധു കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ജോയൽ സഖി കെട്ടതുപോലെ മുന്നിലിരുന്ന ഗ്ലാസ് എടുത്ത് വായിലേക്ക് കമഴ്ത്തി. ഓ, എന്നു മുതലാണാവോ ഈ പെണ്ണുങ്ങളെക്കുറിച്ചുള്ള ഇത്രയും വലിയ സത്യമൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്? നിന്റെ പുന്നാര സ്നേഹ തേച്ചൊട്ടിച്ചതിന് ശേഷമോ? ഗൗതം ചിരിയോടെ ചോദിച്ചു. അതേടാ കോപ്പേ, അതിനുശേഷം തന്നെയാ. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്, ഈ മറ്റവളും ആരെയൊന്നും ചുമ്മാ നെഞ്ചത്തോട്ട് വലിച്ചു കയറ്റാൻ പോകരുതെന്ന്. ആ മതി, നീ നിർത്തിക്കേ. ഇനിയും ക്ലാസ് മുന്നോട്ട് പോയാൽ വാള് കോരാതെ ബാറുകാരി വിടത്തില്ല. വാള് വെക്കുന്നത് നിന്റെ തന്തയാടാ. ഞാൻ ഓക്കെയാ. കണ്ട മറ്റവളുമാർക്ക് വണ്ടി അടിച്ചു കയറ്റി വാള് വെക്കാൻ. എൻ്റെ പേര് ജോയൽ സേവിയർ എന്നല്ലടാ. എന്നാലും ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. പറഞ്ഞു തീരും മുന്നേ വയറ്റിൽ നിന്നെന്തോ ഉരുണ്ട് കയറ്റം പോലെ തോന്നിയ സിദ്ധു വേഗം വാഷ്റൂമിലേക്ക് ഓടി. അവൻ പോയതും ഗൗതത്തിൻ്റെ നോട്ടം വീണ്ടും ജോയലിലേക്കായി. അവനെപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റേതോ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അത് മനസ്സിലായതും ഗൗതത്തിന് അവനോട് പാവം തോന്നി. നീ ചുമ്മാ അവൻ പറയുന്നത് കേട്ട് ഡെസ്പാവാതെടാ. അവൾക്ക് വേണ്ടെങ്കിൽ പോകാൻ പറ. എനിക്ക് പറ്റുന്നില്ലടാ. ആദ്യം അവളോട് തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിൽ റീജോയായിരുന്നു. അതറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ സ്വയം അടക്കിയതാ. പക്ഷേ ഇപ്പോൾ
എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള അവളുടെ ഈ അകൽച്ച എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ലടാ. അവൾ എന്നെക്കുറിച്ച് മോശമായിട്ടായിരിക്കുമോ വിചാരിച്ചിട്ടുള്ളത്? അവസരം മുതലാക്കുന്ന ഒരു ചേ നീ ഒന്ന് ചുമ്മാതിരുന്നേ ജോ. അവൾ എന്തെങ്കിലും വിചാരിക്കട്ടെ. അവളെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും അവളോട് തോന്നിയ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് തെറ്റു മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് വേണ്ടെങ്കിൽ ഇനി നിനക്കും വേണ്ട. ഈ നാട്ടിലെന്തുവാ വേറെ പെൺപിള്ളേരില്ലയോ? ഗൗതം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാനോ ക്രിസ്റ്റിയെ അങ്ങനെ മറന്നു കളയാനോ തൻ്റെ മനസ്സനുവദിക്കുന്നില്ലെന്ന തിരിച്ചറിവിൽ വിങ്ങുകയായിരുന്നു ജോയലിൻ്റെ ഉള്ളം. ഹോസ്റ്റൽ മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ വല്ലാതെ വീർപ്പുമുട്ടൽ തോന്നിപ്പോയിരുന്നു ക്രിസ്റ്റിക്ക്. വൈകുന്നേരം വരെ അവളെ തനിച്ചാക്കാതിരിക്കാനെന്ന പോലെ ചഞ്ചൽ ഒപ്പമുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരത്തോടെ അവൾ വീട്ടിലേക്ക് പോയിരുന്നു. അതോടെ തീർത്തും ഒറ്റപ്പെട്ടു പോയ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. സായാഹ്നത്തിൻ്റെ മഞ്ഞൾപ്പ് ബാധിച്ച പോക്കുവെയിലും പോയി മറഞ്ഞതോടെ മുറിക്കുള്ളിൽ ഇരുളിൻ്റെ കട്ടിയേറിയിരുന്നു. പക്ഷേ തൻ്റെ ഹൃദയത്തിൽ പടർന്നു പിടിച്ചിരുന്ന ഇരുളിനേക്കാൾ അധികമായിരുന്നില്ല അതെന്ന തോന്നലുകൊണ്ടോ എന്തോ ക്രിസ്റ്റി അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ തന്നെ നിന്നു. മനസ്സിൽ 2 പുരുഷന്മാരുടെ മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാൾ തൻ്റെ പ്രണയം നിഷേധിച്ചവനും മറ്റൊരാൾ തൻ്റെ പ്രണയം നിഷേധിക്കപ്പെട്ടവനുമാണെന്നുള്ള ചിന്തയിൽ അവളുടെ ഹൃദയം നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു. അരികിലിരുന്ന ഫോൺ റിങ് ചെയ്തു തുടങ്ങിയപ്പോഴായിരുന്നു മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിടിവലികളിൽ നിന്നും മുക്തി നേടി ക്രിസ്റ്റി യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ആമിയുടെ നമ്പർ കണ്ടതും സേവ് ചെയ്തായിരുന്നിട്ടു കൂടിയും ആളെ തിരിച്ചറിഞ്ഞ അവൾ നിഷ്കരണം ആ കോൾ കട്ട് ചെയ്തു വിട്ട് മുഖം അമർത്തി തുടച്ചു. വീണ്ടും പലതവണ കോൾ വന്നപ്പോഴും അതുതന്നെ ചെയ്തതൊടുവിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡിലേക്ക് എടുക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിപ്പോയിരുന്നു. തന്നെ ചുറ്റിവരിഞ്ഞുകൊണ്ടിരിക്കുന്ന വീർപ്പുമുട്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടിയതുപോലെ അവൾ ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ മുറുകെ പൂട്ടി. എന്തുപറ്റി? ബാൽക്കണിയുടെ റെയിലിങ്ങിൽ പിടിച്ചിരുന്ന കൈ മുറുക്കി അതിലിടിക്കുന്ന ആമിയെ നോക്കിയിരുന്നു കൊണ്ട് റയാൻ ചോദിച്ചു. അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഉച്ചായ. റയാൻ അമർത്തി ഒന്ന് മൂളിക്കൊണ്ട് തൻ്റെ കയ്യിലിരിക്കുമായിരുന്ന ഫോൺ വെറുതെ കറക്കിക്കൊണ്ടിരുന്നു. അവൾ എന്താ ഇച്ചായ ഇങ്ങനെ? നമ്മളെല്ലാം അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാടി. റയാൻ പറഞ്ഞതും ആമി പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി അവനെ തിരിഞ്ഞു നോക്കി. പതിയെ അവളുടെ മുഖം കൂർത്തു വന്നു. എന്നിട്ടാണോ ഇച്ചായൻ ജോയലിനെ പിരികേറ്റി വിട്ടത്? കവിള് വീർപ്പിച്ച് കണ്ണുരുട്ടിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് റയാൻ പതിയെ ചിരിച്ചു. പിരികേറ്റി വിട്ടതൊന്നുമല്ലടി. ആ ചെറുക്കൻ്റെ വീർപ്പുമുട്ടൽ മനസ്സിലായപ്പോൾ അതിനൊരയവ് വരട്ടെ എന്ന് കരുതി. പിന്നെ ക്രിസ്റ്റിയുടെ മൈൻഡും റീജോയിൽ നിന്നൊന്ന് മാറാൻ അതൊരു നല്ല മാർഗമാണെന്ന് തോന്നി. അതാ മനസ്സിലുള്ളത് അവളോട് പറയാൻ അവനോട് പറഞ്ഞത്. ആ എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാം കുളമായില്ലേ? കുളവും കായലും ഒന്നും ആയില്ലടി. അവൾ ആലോചിക്കട്ടെ. ഒടുവിൽ അവളൊരു നല്ല തീരുമാനത്തിലെത്തിയാൽ നല്ലതല്ലയോ? നല്ലത് തന്നെ. പക്ഷെ എത്തുവോ? തുടക്കം തന്നെ നെഗറ്റീവ് അടിക്കാതെ പെമ്പറന്നോത്തി. 2 ധ്രുവങ്ങളിൽ കിടന്ന ഞാനും നീയും വരെ ഒരേ കരക്കടിഞ്ഞേക്കുന്നു. പിന്നല്ലേ ഈ ചീള് കേസ്? അവൻ പറയുന്നത് കേട്ടതും ആമിയുടെ ചൊടികൾ വിടർന്നു പോയിരുന്നു. അതേ ചിരിയോടെ തന്നെ അവൾ അവൻ്റെ മടിയിലേക്ക് ചെന്നിരുന്നു. റയാനും അത്യധികം പ്രണയത്തോടെ തൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചു. രാവിലെ പതുപോലെ ആമിയെ കോളേജിൽ വിടാൻ വന്നതായിരുന്നു റയാൻ. വൈകുന്നേരം ഞാൻ കാണത്തില്ല. ജെസ്സി ചേട്ടത്തിയോ ഡാഡിയോ വരും കേട്ടോ. ഓക്കെ പറഞ്ഞിട്ട് ആമി സീറ്റിൽ നിന്നും ഉയർന്ന് അവൻ്റെ മേലേക്ക് ചാഞ്ഞവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. പെണ്ണെ കോളേജാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. കവളിൽ അവളുടെ ചുണ്ടു പതിഞ്ഞെടുത്ത് തടവി ചിരിയോടെ റയാൻ പറഞ്ഞതും ആമിയുടെ മുഖം കൂർത്തു വന്നു. എനിക്കതിന് സ്ഥലകാല ബോധം നഷ്ടപ്പെടാൻ മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അവളുടെ മുഖഭാവവും പറച്ചിലും കേട്ട് ചിരി വന്നെങ്കിലും അതടക്കി പിടിച്ചുകൊണ്ട് റയാൻ അവളെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് ചേർത്തിരുത്തി. അതിനെൻ്റെ കൊച്ചിന് പ്രായമായെന്നൊന്നും ഇച്ചാൻ ഉദ്ദേശിച്ചില്ലല്ലോ. കോളേജല്ലേ, പിള്ളേരൊക്കെ പോണ വഴിയിൽ വെച്ചിങ്ങനെ ഉമ്മിക്കുകയൊക്കെ ചെയ്തത് ആരെയും കണ്ടാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതല്ലേ. അവളുടെ ചുവപ്പ് പടർന്ന മൂക്കിൽ തുമ്പിൽ പിടിച്ചു വലിച്ച് കണ്ണുകൾ കൊണ്ട് അവളുടെ മുഖമാകെ ഒഴിഞ്ഞുകൊണ്ടായിരുന്നു അവൻ്റെ പറച്ചിൽ. കണ്ടാലിപ്പോൾ എന്താ? ഒന്നുമില്ലേ? റയാൻ മറുചോദ്യം ചോദിച്ചതും പെണ്ണിൻ്റെ മുഖമൊന്നുകൂടി കൂർത്തു. ഒന്നുമില്ല. ഞാൻ എൻ്റെ കെട്ടിയോനെ എനിക്ക് തോന്നുന്നിടത്ത് വെച്ച് ഉമ്മിക്കും. ആർക്കാ ഇപ്പം ഛേദം? എനിക്ക് തന്നെ. അവളുടെ സ്വരത്തിൽ ഒരേ സമയം നിറഞ്ഞ വാശിയും കെറുവും തന്നോടുള്ള പ്രണയവുമെല്ലാം ഉള്ളാലെ ആസ്വദിച്ചുകൊണ്ട് അവൻ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. അല്ല, ഇത്രയും ഹാൻസമായിട്ടുള്ള എന്നെ പബ്ലിക്കായി ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ച് ഉമ്മിക്കുന്നതൊക്കെ 4 ആൾ കണ്ടാൽ തീർന്നില്ലേടി എൻ്റെ ബിൽഡപ്പ് മൊത്തം? ചിരി അടക്കി പിടിച്ച് പുറമേ ഒരു നിരാശയോടെ പറയുന്നവനെ നോക്കിയിരിക്കെ ആമിയുടെ കടപ്പല്ല് ഞെരിഞ്ഞു. സോറി, ഇനി ഞാൻ ഉമ്മ വെച്ചിട്ട് ആരുടെയും മാർക്കറ്റ് ഇടിയണ്ട. ഞൊടിയിടയിൽ അവനെ തൻ്റെ നേർക്ക് പിടിച്ച് തിരിച്ച് താനുമ്മ വെച്ച കവിൾ ഷോൾ കൊണ്ട് അമർത്തി തുടച്ചുള്ള അവളുടെ ഡയലോഗ് കേട്ട് റയാൻ്റെ കണ്ണ് തുറിച്ചു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആമി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ആമി ഡി. കളി കാര്യമായെന്ന് മനസ്സിലായതും റയാൻ പിന്നിൽ നിന്ന് വിളിച്ചു. ഇവിടെ ഇരുന്ന് കാറാതെ
ആ ജംഗ്ഷനിലോട്ട് ചെന്ന് നിൽക്ക്, മാർക്കറ്റ് വാല്യൂ കൂടട്ടെ. ചവിട്ടിക്കുലുക്കി പോകുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞത് കേട്ട് റയാൻ സ്വയം തലയിൽ കൈവച്ചു. എനിക്കിത് എന്നാത്തിൻ്റെ കേടായിരുന്നു കർത്താവേ, ചുമ്മാ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാ. അന്നേരം അവളുടെ സ്വഭാവം വെച്ച് വാശിക്ക് ഒന്നുകൂടെ കയറി ഒട്ടുമെന്നാ വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പെണ്ണിൻ്റെ സ്വഭാവം അങ്ങോട്ട് മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ കർത്താവേ. ആ അല്ലേലും ഇതൊക്കെ കർത്താവിനോട് പറഞ്ഞിട്ട് എന്തിനാ? പുള്ളിക്കറിയാവോ ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജിയൊക്കെ? ആ ഏതായാലും ഇന്നത്തേക്കുള്ളത് ഞാൻ തന്നെ ഏണി വെച്ച് പിടിച്ചു. അവൾ പോയ വഴിയെ നോക്കിയിരുന്ന് പിറുപിറുത്തുകൊണ്ട് അവൻ കാർ റിവേഴ്സ് എടുത്തു. റയാൻ്റെ കാർ റിവേഴ്സ് എടുത്ത് ഗേറ്റ് കടന്നു പോയതും ആമിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ഗൗരവവും പിണക്കവും മാറി നേർത്തൊരു പുഞ്ചിരി വിടർന്നു. ചിലപ്പോൾ ഇച്ചിരി പൈങ്കിളിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ചുമ്മാ കെട്ടിയന്മാരെ ഒന്ന് വട്ടം ചുറ്റിച്ച് പുറകെ നടത്താനൊക്കെ ഒരു രസമാണ്. മുൻപെപ്പോഴോ ജസീന്ത കളിയായി പറഞ്ഞതോർത്ത് ചിരിച്ചുകൊണ്ട് ആമി പതിയെ മുന്നോട്ട് നടന്നു. അവൾ ക്ലാസ്സിലെത്തുമ്പോൾ ജാസ്മിനും കീർത്തിയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ ക്രിസ്റ്റിയെ ഒന്ന് നോക്കി വരാമെന്ന് കരുതി അവൾ പതിയെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. ക്രിസ്റ്റി! ഒഴിഞ്ഞുകിടന്ന ക്ലാസ് റൂമിലെ ഡെസ്കിൽ തല ചായച്ചു വെച്ച് കിടക്കുന്ന പെണ്ണിന്റെ തോളിൽ തൊട്ടുകൊണ്ട് ആമി പതിയെ വിളിച്ചു. ചേച്ചി! ഒന്ന് ഞെട്ടിയതുപോലെ മുഖമുയർത്തി നോക്കിയതും അരികിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആമിയെ കണ്ട് ക്രിസ്റ്റി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ചേച്ചി എന്താ വന്നേ? ഒന്നുമില്ലോടാ, നീ വന്നോ? ക്ഷീണമൊക്കെ മാറിയോ എന്നൊക്കെ അറിയാൻ വന്നതാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേച്ചി. പറയുമ്പോൾ എന്തോ തെറ്റ് ചെയ്തു പോയൊരു കുട്ടിയുടെ ഭാവമായിരുന്നു ക്രിസ്റ്റിക്കെങ്കിലും ആമിയിൽ പുഞ്ചിരി തന്നെയായിരുന്നു. വയ്യായിക ഒന്നുമില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കാത്തത് തന്നെയാണ് നല്ലത്. ചുമ്മാ ബോറടിച്ച് വട്ടായിപ്പോവും. ക്രിസ്റ്റിയുടെ ഉള്ളിലെ സമ്മതമറിഞ്ഞ് അതിനെ ദൂലീകരിക്കാനെന്ന പോലെ ചിരിയോടെയായിരുന്നു ആമി അത് പറഞ്ഞത്. പെടുന്നനെ മുഖമുയർത്തി അവളെ നോക്കിയ ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ തെല്ലമ്പരപ്പ് പ്രകടമായിരുന്നു അപ്പോൾ. കാരണം ഹോസ്പിറ്റലിൽ നിന്നും ആരോടും പറയാതെ പോകുന്നതിനുള്ള വിമർശനവുമായിട്ടാകും ആമിയുടെ ഈ വരവെന്നായിരുന്നു അവൾ കരുതിയത്. പക്ഷേ ആമി അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും ശ്രമിക്കാഞ്ഞത് അവളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അല്ല, നീ എന്താ തനിച്ച്? സാധാരണ എപ്പോഴും ചഞ്ചലും ഉണ്ടാകുമല്ലോ കൂടെ. രാവിലെ അവൾ വൈകും ചേച്ചി, വീട്ടിൽ നിന്നാ വരുന്നേ. അവിടുന്ന് 2 ബസ് കയറണം. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ, പിള്ളേരൊക്കെ വന്നു തുടങ്ങി. ക്ലാസ്സിലേക്ക് കയറി വന്ന ഒരു കൂട്ടം കുട്ടികളെ കണ്ട് എണീറ്റുകൊണ്ട് ആമി പറഞ്ഞതും ക്രിസ്റ്റി പതിയെ തലയനക്കി. ക്ഷീണം വല്ലതും തോന്നുവായനെ വിളിക്കണം കേട്ടോ. ഒരു സഹോദരിയുടെ കരുതലോടെ തൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് പറയുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കെ ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ എന്തിനോ നിറഞ്ഞു. ആമിയും അത് കണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യാതെ വേഗം പുറത്തേക്ക് നടന്നു. ഓഫീസിലെത്തിയിട്ടും ആമിയെക്കുറിച്ച് മാത്രമായിരുന്നു റയാന്റെ ചിന്ത. രാവിലെ തന്നോട് കെറിവിച്ച് ചവിട്ടുകിളിക്ക് പോയവളെ ഓർക്കെ അവന്റെ ചൊടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. എന്തുകൊണ്ടോ അവനപ്പോൾ ആമിയെ ഒന്ന് കാണാതെ പറ്റില്ലെന്ന് തോന്നി. ഫോണെടുത്ത് ഗാലറിയിൽ നിറയെയുള്ള അവളുടെ ചിത്രങ്ങൾ മറിച്ചു നോക്കിയിട്ടും അവളെ കാണാനും ചേർത്തു പിടിക്കാനുമുള്ള മനസ്സിന്റെ വ്യഗ്രത മുന്നിട്ട് തന്നെ നിന്നു. സാന്ദ്ര! എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ചെയറിൽ നിന്ന് എണീറ്റതും റയാൻ വിളിച്ചു. സാർ. ആ വിളി കാത്തിരുന്നത് പോലെ മുറിയിൽ തന്നെ ഗ്ലാസ് കൊണ്ട് വേർതിരിച്ച് സെറ്റ് ചെയ്തിരുന്ന തന്റെ സീറ്റിൽ നിന്നും സാന്ദ്ര എണീറ്റ് അരികിലേക്ക് വന്നു. ഞാനൊന്ന് പുറത്തു പോവുക, ചിലപ്പോൾ ഇന്നിന് വരില്ല. ഓക്കെ സാർ. റയാൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതും കമ്പ്യൂട്ടർ മോണിറ്ററിൽ കാണുന്ന CCTV വിഷ്വൽസിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ച് എല്ലാം ഓക്കെയാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് സാന്ദ്ര വീണ്ടും തൻ്റെ സീറ്റിലേക്കിരുന്ന് ജോലികളിലേക്ക് ഊളിയിട്ടു. സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നതെന്ന് ആരോ വന്ന് പറഞ്ഞത് കേട്ടങ്ങോട്ട് വന്നതായിരുന്നു ആമി. പക്ഷേ ഉള്ളിലേക്ക് കയറിയതും അവിടെ സ്റ്റെഫിൻ്റെ മുന്നിലിരിക്കുന്ന റയാനെ കണ്ട് അവളുടെ മുഖം കൂർത്തു. ഇല്ലാത്ത ഗൗരവവും പിണക്കവും മുഖത്തണിഞ്ഞുകൊണ്ട് അവൾ പതിയെ അങ്ങോട്ട് ചെന്നു. എന്താ സാർ വിളിച്ചത്? ഞാനല്ല, നിന്റെ കെട്ടിയവനാ വിളിച്ചത്. കണ്ണുകൊണ്ട് മുന്നിലിരിക്കുന്ന റയാനെ ചൂണ്ടി സ്റ്റെഫിൻ പറഞ്ഞതും ആമിയുടെ മുഖം പുച്ഛത്തിൽ കോടി. ഓ, എൻ്റെ കെട്ടിയവനാണെന്നൊന്നും പറയല്ലേ സാർ. പെൺപിള്ളേരുടെ മുന്നിൽ അങ്ങേരുടെ മാർക്കറ്റ് ഇടിയും. ഓ, അല്ലേ പിന്നെ ഇവന് ഭയങ്കര മാർക്കറ്റാ, കണ്ടേച്ചാലും മതി. കിട്ടിയ അവസരത്തിൽ റയാനിട്ടൊരു കൊട്ടു കൊടുക്കുന്നതിൽ സ്റ്റെഫിനും മടിച്ചില്ല. അത് കേട്ട് ചിരി വന്നെങ്കിലും ആമി അത് അടക്കി ഗൗരവത്തിൽ തന്നെ നിന്നു. എന്താടാ എനിക്കൊരു കുഴപ്പം? നിന്നെപ്പോലെ മുട്ടനാടിൻ്റെ മോന്തയാണോ എനിക്ക്? മുട്ടനാട് നിന്റെ തന്തയ്ക്ക് പറയുന്നുണ്ടാ കോപ്പേ. സാർ, ഞാൻ പൊയ്ക്കോട്ടെ, ക്ലാസ് ഉണ്ടായിരുന്നു. റയാനും സ്റ്റെഫിയും പരസ്പരം തല്ലുകൂടുന്നത് കണ്ടപ്പോൾ ആമി മടപ്പോടെ ചോദിച്ചു. അങ്ങനെ അങ്ങ് പുകലടി ഭാര്യയെ, നിന്നെ കൊണ്ടുപോകാനല്ലേ ഞാൻ വന്നത്. അന്നേരം നീ ഇങ്ങനെ ഇടഞ്ഞു നിന്നാലോ? റയാൻ വേഗം ചാടി എണീറ്റ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വരുന്നില്ല. ദേ, നീ ചുമ്മാ രാവിലത്തെ ചൊരുക്കും വച്ചോണ്ടിരിക്കാതെ ചെന്ന് ബാഗ് എടുത്തുകൊണ്ട് വാ കൊച്ചേ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ആമിയുടെ സ്വരത്തിൽ വാശി നിറഞ്ഞത് കണ്ടതും റയാൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട് ആമിയുടെ പിരികം ചുളിഞ്ഞു. ഇച്ചായനോട് ചുമ്മാ വാശി കാണിക്കല്ലേ ആമിക്കുട്ട. കുറെ നാളെ മുമ്പ് ആ വികാസലവലാതിയെ കണ്ടുകൊണ്ട് നീ ഇങ്ങനെയൊന്ന് വാശി പിടിച്ചതാ. എന്നിട്ട് എന്തായടി കുരുട്ടടക്കേ?
അതുകൊണ്ട് ഇച്ചായനെ കൊണ്ട് വേണ്ടാതിനമൊന്നും ചെയ്യിക്കാതെ കൊച്ചി ചെന്ന് ബാഗ് എടുത്തോണ്ട് വാ. അല്ലെങ്കിൽ ചിലപ്പോൾ കോളേജാണെന്നൊക്കെ ഇച്ചായനങ്ങ് മറക്കും. എൻ്റെ ആമിക്കുട്ടന് നാളെ ഇങ്ങോട്ട് വരേണ്ടതല്ലയോ? അപ്പോൾ ചുമ്മാ ഒരു റിസ്ക് എടുക്കണോ? സ്റ്റെഫിന് പുറംതിരിഞ്ഞു നിന്ന് ആമിയുടെ തുടുത്ത അതരങ്ങളിലൊന്ന് അമർത്തി തടവിയത് കൂടാതെ അവളുടെ കണ്ണിൽ നോക്കിയൊരു കുസൃതി ചിരിയോടുകൂടി പാസ്സാക്കിയിട്ടായിരുന്നു റയാൻ്റെ പറച്ചിൽ. അതോടെ അവൻ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയ ആമി അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ചവിട്ടിക്കുലുക്കി പുറത്തേക്ക് പോയി.